എല്ലാവർക്കും C++ പ്രോഗ്രാമിംഗ് മലയാളം ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മുടെ C++ പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഏകദേശം നമ്മൾ 23 ചാപ്റ്റർ ആയിട്ടാണ് ഈ ഒരു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുള്ളത്. ഓരോ ചാപ്റ്ററിലും നമ്മൾ ഓരോ എക്സാമ്പിൾ സഹിതമാണ് നമ്മൾ പഠിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. സോ നമുക്ക് C++ പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. സോ നമുക്ക് നമ്മുടെ ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാം. സോ C++ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ ഒന്നാണ്. സോ ഇത് ഡെവലപ്പ് ചെയ്തത് ബിയാൻ സ്ട്രോസ്ട്രോപ്പ് എന്ന് പറയുന്നത് ഒരു ഡാനിഷ് കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ആണ്. 1979 ഇത് ഡെവലപ്പ് ചെയ്തത്. അദ്ദേഹം അന്ന് ബെൽ ലാബ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു. C++ ഡെവലപ്പ് ചെയ്തത് C ലാംഗ്വേജിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് C++ ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ C++നെ നമ്മൾ C വിത്ത് ക്ലാസസ് എന്ന് വിളിക്കുന്നു. സോ C പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് അല്ല. സോ C++ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. C പ്രോഗ്രാമിംഗിൻ്റെ എക്സ്റ്റൻഷനായി ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ C പ്രോഗ്രാമിംഗ് വിത്ത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് നമുക്കിതിനെ വിളിക്കാൻ സാധിക്കും. സോ C++ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. ഇതിൻ്റെ പ്രോഗ്രാമിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏകദേശം C പ്രോഗ്രാമിംഗിന് അതുപോലെ തന്നെയാണ്. സോ നിങ്ങൾ C പ്രോഗ്രാമിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഈസിയായി C++ പ്രോഗ്രാമിംഗ് പഠിക്കാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾ C പ്രോഗ്രാമിംഗ് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ തന്നെ C പ്രോഗ്രാമിംഗിൻ്റെ ഒരു വീഡിയോ ട്യൂട്ടോറിയൽ ഉണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ മുകളിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നതാണ്. മറ്റൊന്ന് C പ്രോഗ്രാമിങ്ങിനെ തന്നെ പോലെ C++ വളരെ ഈസിയായി നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. ഇത് നമ്മൾ C++ പ്രോഗ്രാമിംഗ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ സിസ്റ്റം പ്രോഗ്രാമിംഗ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി C++ പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്നു. ഉദാഹരണമായി ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഗെയിം എഞ്ചിൻ തുടങ്ങിയവ. മൈക്രോസോഫ്റ്റിൻ്റെ ഒരുവിധം എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതുപോലെ ആപ്പിളിൻ്റെ മാക് OS എല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് C++ ലാണ്. അതുപോലെ എംബഡഡ് പ്രോഗ്രാമിങ്ങിന് വേണ്ടി നമുക്കത് ഉപയോഗിക്കാം. മൈക്രോ കൺട്രോളർ അതായത് മൈക്രോ പ്രോസസർ അടങ്ങിയിട്ടുള്ള ഏതൊരു ഡിവൈസും പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ C++ ഉപയോഗിക്കുന്നു. അതുപോലെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഡെവലപ്പ് ചെയ്യുന്നതിന് നമുക്ക് C++ ഉപയോഗിക്കാം. സോ ഉദാഹരണമായി പറയുകയാണെങ്കിൽ C++ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന MS ഓഫീസ്, MS വേർഡ്, MS എക്സൽ, പവർ പോയിന്റ് തുടങ്ങിയവ. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന അഡോബ് ഫോട്ടോഷോപ്പ്, അഡോബിൻ്റെ ഒരുവിധം എല്ലാ സോഫ്റ്റ്വെയർസും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് C++ ഉപയോഗിച്ചാണ്. അതുപോലെ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഉദാഹരണമായി ഗൂഗിൾ, ക്രോം തുടങ്ങിയവയെല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് C++ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ നമുക്ക് ഡാറ്റാബേസ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനും C++ ഉപയോഗിക്കാം. അതുപോലെ ഗെയിംസ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഉപയോഗിക്കാം. തുടങ്ങിയ ഒരുവിധം എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് C++ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് C++ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. സോ നമ്മൾ ആദ്യമായി ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളൊരു സോഴ്സ് കോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് നമ്മൾ കോഡ് എഴുതി തയ്യാറാക്കുന്ന ആ പ്രോഗ്രാമിനെയാണ് നമ്മൾ സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. ഉദാഹരണമായി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് main.cpp എന്ന് പറയുന്ന ഒരു ഫയലാണെന്ന് കരുതുക. .cpp എന്ന് പറയുന്നത് C++ പ്രോഗ്രാമിൻ്റെ എക്സ്റ്റൻഷനാണ്. സോ ഇതെന്ന് പറയുന്നത് ഹ്യൂമൻ റീഡബിൾ ആയിരിക്കും. സോ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും നമ്മളെല്ലാം എഴുതുന്നത്. സോ ഇത് നമ്മൾ എഴുതുന്നത് ഒരു കോഡ് എഡിറ്റർ ഉപയോഗിച്ചാണ്. ശേഷം നമ്മൾ ചെയ്ത ആ പ്രോഗ്രാം നമുക്ക് റൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് കമ്പൈലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ഇതിൽ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. പ്രീ പ്രോസസ്സിംഗ്, കമ്പൈലിംഗ്, അസംബ്ലിംഗ്, ലിങ്കിങ് തുടങ്ങിയ പ്രോസസ്സ് വഴി നമ്മൾ എഴുതിയ ഈ കോഡിനെ, ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഈ കോഡിനെ മെഷീൻ റീഡബിൾ ആയിട്ടുള്ള ഒരു കോഡാക്കി മാറ്റുന്നു. സോ മെഷീൻ റീഡബിൾ ആയിട്ടുള്ള കോഡ് എന്ന് പറയുന്നത് മെഷീന് മനസ്സിലാവുന്ന രീതിയിലുള്ള, കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഭാഷയിലോട്ട് മാറ്റുന്നു. അൾട്ടിമേറ്റ്ലി ബൈനറി കോഡിലോട്ട് മാറ്റുന്നു. ഈ ഒരു പ്രോസസ്സിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ടൂളാണ് കമ്പൈലർ എന്ന് പറയുന്നത്. തുടർന്ന് നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ ഇങ്ങനെയാണ് C++ പ്രോഗ്രാം പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എൻവയോൺമെൻറ്റ് സെറ്റപ്പാണ്. അതായത് നമുക്ക് C++ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നതിന് എന്തൊക്കെ റിസോഴ്സസ് ആണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. സോ നമുക്കൊരു കോഡ് എഡിറ്റർ ആവശ്യമാണ്. സോ കോഡ് എഡിറ്ററായി നമ്മൾ ഉപയോഗിക്കുന്നത്, നമുക്ക് ഒരുപാട് ഫ്രീ ആയിട്ടുള്ള കോഡ് എഡിറ്റർ ഉപയോഗിക്കാൻ സാധിക്കും. സോ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കോഡ് ബ്ലോക്സ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ നമ്മുടെ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്നതിന് നമ്മളിപ്പോൾ ഒരു കമ്പൈലർ ഉപയോഗിക്കേണ്ടതുണ്ട്. സോ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് MinchW എന്ന് പറയുന്ന ഒരു കമ്പൈലറാണ്. സോ ഈ കോഡ് എഡിറ്ററേയും കമ്പൈലറിനെയും കൂട്ടിച്ചേർത്ത് നമുക്ക് IDE എന്ന് വിളിക്കാം, അതായത് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. സോ ഇത് ഉപയോഗിച്ച് നമുക്ക് കോഡ് എഴുതാനും അതുപോലെ അതിൽ നിന്ന് തന്നെ റൺ ചെയ്യാനും സാധിക്കും. സോ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നതും ഈ കോഡ് ബ്ലോക്സും അതുപോലെ MinchW അടങ്ങിയിട്ടുള്ള ഒരു ഫയലാണ്. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ എൻവയോൺമെൻറ്റ് എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്ന് നോക്കാം.